വേല ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള സ്ഥിരം കാഴ്ചയാണ് മുറ്റം ചാണകം ഒഴിച്ച് മെഴുകുന്നത്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ അച്ഛനും അമ്മയും. അതിനു മുന്നേ മുറ്റം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കണല്ലോ. മുറ്റത്താണെങ്കിൽ നമ്മൾ അടയ്ക്ക ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഓരോ അടക്കടി ഉണക്കത്തിനനുസരിച്ച് സെപ്പറേറ്റ് ചാക്കുകളിലാക്കിയിട്ട് മാറ്റണം. അച്ഛനും അമ്മയും ആ പരിപാടി ചെയ്യുമ്പോൾ ഞാൻ വെറുതെ നോക്കൂത്തിയായിട്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്കിത് ഈ മുറ്റം ഇതേപോലെ വൃത്തിയായി അടിച്ചു വരുന്ന ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ ഡ്യൂട്ടി ഞാൻ അടിപൊളിയായിട്ട് ചെയ്തു എന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ അമ്മയ്ക്ക് ഒന്നുകൂടി അടിച്ചു വരേണ്ടി വന്നിരുന്നു. നമ്മുടെ വീട്ടിൽ പശു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ വീട്ടിൽ നിന്നാണ് ചാണകം എടുത്തത്. ഒരു പഴയ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അമ്മ ചാണകം കലക്കാൻ തുടങ്ങി. എനിക്ക് പണ്ടേ ഈ ചാണകം തൊടാൻ ഭയങ്കര പേടിയാണ്. കാരണം ചില ചാണകത്തിൽ നിറയെ പുഴുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഓണത്തിന് അച്ഛനോ അമ്മയോ ആരെങ്കിലും ആയിരിക്കും ഓണത്തിന് പൂക്കളിടാൻ ചാണകം സെറ്റാക്കി തരും. ഇത്തവണ നമ്മുടെ മാവിൽ കുറച്ച് മാങ്ങയുള്ളൂ കേട്ടോ. അതാണെങ്കിൽ വെയിൽ കൊണ്ട് വാടി വീഴുവാണ്. നമ്മുടെ മുറ്റത്ത് നിറയെ പൂഴിമണ്ണുള്ളതുകൊണ്ട് ചാണകം മെഴുകൽ അത്രയ്ക്ക് അഡ്വൈസബിൾ അല്ല. അതുകൊണ്ട് ചാണകവെള്ളം തളിക്കാന്നുള്ള തീരുമാനത്തിലായി. ചാണകം കൊണ്ടുവന്നത് അച്ഛനായതുകൊണ്ട് തന്നെ ചാണകം തളിക്കുന്ന ഡ്യൂട്ടി അമ്മ ഏറ്റെടുത്തു. അവസാനം ഇതാണ് നമ്മുടെ ഫൈനൽ മുറ്റം. ഇനി ഇത് ഉണങ്ങി വരാനുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.